പാലക്കാട് ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം സഹപാഠി തകർത്തു എന്നൊരു വാർത്ത കൂടിയുണ്ട്. ശ്രീ വിദ്യാധിരാജ ITIയിലെ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലമാണ് തകർത്തത്. ITI വിദ്യാർത്ഥിയായ സാജനെ സഹപാഠിയായ കിഷോർ ആക്രമിക്കുകയായിരുന്നു. കാലത്ത് 10 മണിക്ക് ഞാൻ വീട്ടിലിരിക്കുന്ന സമയം മോൻ ഫോണിൽ വിളിച്ചിട്ട് അച്ഛ ഒന്ന് ഉടനെ ക്ലാസ്സിലേക്ക് വരണം, എന്നൊരു കുട്ടി തല്ലി എന്ന് പറഞ്ഞു. ഒറ്റപ്പാലത്തുള്ള സുഹൃത്തായ അഡ്വക്കേറ്റ് അവിനാശിനെ വിളിച്ചു. ഇങ്ങനെ മോൻ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള SVITI കോളേജിലാണ് പഠിക്കുന്നത്, അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിനാശ് ഉടനെ അവിടെ എത്തി. അവിനാശ് അവിടെ എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ച് നിൽക്കണം മോനെ, ബ്ലഡ് വസ്ത്രമൊക്കെ ആകെ ചോര കൊണ്ട് നിൽക്കണം മോനെന്ന് കണ്ടു. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനെയും കൊണ്ട് ഉടനെ താലൂക്ക് ആശുപത്രിയിൽ, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പിന്നെ മൂക്കിൻ്റെ പാലം ഒരു കുട്ടി ഇടിച്ചു പൊട്ടിച്ചതാണ്, ഗുരുതരമായ പരിക്കുണ്ട്. 2.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള മുറിവുണ്ട് കണ്ണിൻ്റെ മൂക്കിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രശ്നം ഗുരുതരമായതുകൊണ്ട് നിങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തൃശ്ശൂർക്ക് കൊണ്ടുപോയിക്കോളാം. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് ഒറ്റപ്പാലത്ത് എത്തി, ഹോസ്പിറ്റലിൽ എത്തി. അവിടെ നിന്ന് കുട്ടീനെയും കൂട്ടി ഞങ്ങൾ തൃശ്ശൂർക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഇതുമാതിരി മൂക്കിൻ്റെ പാലം തകർന്നതായിട്ടും മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയിൽ 2.5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള മുറിവും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴേക്കും കണ്ണിൻ്റെ 4 പുറവും തലയുടെയും മൂക്കിലൊക്കെ നീര് വന്നത്. ഗോകുൽ VS വിവരങ്ങളുമായി. ഗോകുൽ, ഇത് സാധാരണ മൂക്കിടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സംഭവമായിരിക്കാം എന്നാണ് തോന്നുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഈ പ്രതികരണം കേൾക്കുമ്പോൾ ഇത് വലിയൊരു അക്രമമാണ് അവിടെ ഉണ്ടായത്. വലിയ തോതിലുള്ള അക്രമം, ക്രൂരതയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും. തീർച്ചയായും ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോഴും ആ കുട്ടി, അടിയേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം എത്രമാത്രം വലിയൊരു അക്രമമാണ് ഉണ്ടായതെന്ന്. ശ്രീ വിദ്യാധിരാജ ITIയിലെ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലമാണ് ഇടിച്ച് തകർത്തത്. ITI വിദ്യാർത്ഥിയായ സാജനെ സഹപാഠിയായ കിഷോർ ആക്രമിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് അങ്ങനെയാണ് പോലീസിന്റെ പ്രാഥമികമായ വിവരം. പക്ഷേ ഈ അടിയേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം ചികിത്സയും ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം മാത്രമേ കൃത്യമായ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. കിഷോറിനെതിരെ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് അതായത് ഈ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായും വിവിധ വകുപ്പുകളിൽ ഇയാൾക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഈ കിഷോറിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒക്കെ എന്താണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പറയുന്നില്ലേ? പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണോ? പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം, അതായത് അതിനു മുൻപും ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ കിഷോർ ഇത്തരത്തിൽ ഈ പറയുന്ന സാജന്റെ കഴുത്തിൽ പിടിക്കുന്ന ഒരു സ്ഥിതി വന്നു. അത് സാജന് ഇഷ്ടമായില്ല. അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ചോദ്യം ചെയ്യൽ, ഇരുവർക്കും ഇടയിലെ സംഭാഷണങ്ങൾ പിന്നീട് ഒരു അടിയിൽ കലാശിക്കുകയായിരുന്നു. അങ്ങനെയാണ് സാജന് അടിയേറ്റത് എന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത്. ഗോകുൽ VS വിവരങ്ങൾ നൽകിയത്.